ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികളുടെ സംരക്ഷണം ലക്ഷ്യം വെക്കുന്ന സൗഖ്യ എന്ന പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി വടകര ഡയമണ്ട് ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ അർഹരായവർക്ക് സൗജന്യമായി ഗ്ലൂക്കോസ് നിരീക്ഷണ ഉപകരണം നൽകുന്നു. നാളെ വടകര IMA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികളുടെ സംരക്ഷണത്തിന് ജില്ലാ ഭരണകൂടം, ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം, ടൈപ്പ് 1 ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി എന്നിവർ ചേർന്ന് നടപ്പാക്കുന്ന സൗഖ്യ എന്ന പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി വടകര താലൂക്കിലെ അർഹരായ എല്ലാവർക്കും തുടർച്ചയായ ഗ്ലൂക്കോസ് നിരീക്ഷണ ഉപകരണം വടകര ഡയമണ്ട് ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി നൽകുന്നു. നാളെ വടകര IMA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികളെ ആയുസ് നീട്ടിക്കൊടുക്കുക, അവർ ആരോഗ്യവാന്മാരായിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഇതേ കുട്ടികൾ ജീവിക്കുന്ന പോലെ 80-90 വയസ്സ് വരെ ജീവിപ്പിക്കുക, അതുപോലെ രാത്രി ഉറങ്ങാൻ സാധിക്കുന്ന ഒരു കുടുംബത്തെ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെയാണ് ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. അപ്പം ഇതിപ്പം ഇന്ത്യയിൽ അത്ര അധികം പഴക്കൊന്ന് 3-5-6 വർഷമായിട്ടേ ഉള്ളൂ ഇത് വന്നിട്ട്. ഇത് ആക്ച്വലി ഇതൊരു ഡിവൈസാണ്. ആക്ച്വലി ഇത് 2 ഡിവൈസാണ്, ഒരു സെൻസറും ഒരു ട്രാൻസ്മിറ്ററും. ആക്ച്വലി ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 ഇതുണ്ട്. നമ്മളിപ്പം അടുത്ത ദിവസം ഒരു 70 കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പോവുകയാണ്. അത് നമ്മുടെ കയ്യിൽ എവിടെ എന്ത് ചെയ്യാൻ സ്റ്റിക്ക് ചെയ്യാം. വേദന ഒന്നും ഉണ്ടാവില്ല. ചെറിയ 2 വയസ്സുള്ള കുട്ടികൾക്ക് വരെ എല്ലാവർക്കും വെക്കാൻ പറ്റുന്ന സാധനമാണ്. അത് സ്റ്റിക്ക് ചെയ്ത് അവിടെ വെക്കാം. 14 ദിവസം വരെ അത് ഉപയോഗിക്കാം. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് വഴി ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അതിൻ്റെ റീഡിങ് കാണാൻ പറ്റും. ഓരോ 3 മിനിറ്റിലും നമ്മളിപ്പോൾ സാധാരണ കുത്തി നോക്കുമ്പോൾ ഷുഗർ കാണുന്ന ഗ്ലൂക്കോമീറ്റർ കാണുന്ന പോലെ ഒന്നും ഇല്ലാതെ നമ്മുടെ ഫോണിൽ ഓരോ 3 മിനിറ്റ് കഴിയുമ്പോൾ റീഡിങ് വന്നുകൊണ്ടേയിരിക്കും. ആ കുട്ടിയുടെ റീഡിങ് വന്നുകൊണ്ട് അതുപോലെ ഒരു നമ്പർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 200 നമ്മളിപ്പോൾ 70-100 200 സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 70-ൽ താഴെ പോയാലും അലാറം അടിക്കും, 200-ന് മേലെ പോയാലും അലാറം അടിക്കും. അപ്പോൾ കുട്ടികൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാം. രാത്രി പെട്ടെന്നൊരു അലാറം കേട്ട് കഴിഞ്ഞാൽ എഴുന്നേറ്റിട്ട് പഞ്ചസാര കഴിച്ചാൽ മതി. അല്ലെങ്കിൽ കൂടുതലായി എന്നുള്ള അലാറം കണ്ടു കഴിഞ്ഞാൽ ആ സമയത്തൊരു എക്സ്ട്രാ ഡോസ് ഇൻസുലിൻ കൊടുത്താൽ മതി. അപ്പോൾ ഈ രൂപത്തിലൊരു നോർമൽ ലൈഫ് സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്, ഡിവൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡിവൈസ് എത്തിക്കാൻ 90% നമ്മുടെ കുട്ടികൾ ഇന്ന് നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള കുട്ടികൾക്ക് ഇത് അഫോർഡബിൾ അല്ല. ഏതാണ്ട് ഈ ഒരു അവസ്ഥ, അതായത് ഡിവൈസ് വാങ്ങാൻ സാധിക്കാത്ത 300ഓളം കുട്ടികൾ കോഴിക്കോട് ജില്ലയുടെ കാര്യമാണ് പറയുന്നത്. വടകരയിൽ ഏതാണ്ട് ഒരു 70ഓളം കുട്ടികളുണ്ട് വാങ്ങാൻ സാധിക്കാത്ത കുട്ടികൾ. അപ്പോൾ അതേ സ്ഥാനത്ത് ഈ കുട്ടികൾ ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിലോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ PP രാജൻ അവർ സൂചിപ്പിച്ചതുപോലെ സൗഖ്യ എന്നൊരു പദ്ധതി കലക്ടറിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 15-ാം തീയതി ജൂലൈ 15-ാം തീയതി കലക്ടറേറ്റിൽ വെച്ചിട്ട് കോഴിക്കോട് ജില്ലയിലെ വലിയ ആശുപത്രികളുടെ മാനേജ്മെൻറ്റും അതുപോലെ എന്ത് ചെയ്യാൻ വ്യവസായ പ്രമുഖരും സംരംഭകരൊക്കെ വെച്ചിട്ട് ഈ ഒരു പദ്ധതി അടുത്തൊരു വർഷത്തേക്ക് ഒരു പൈലറ്റ് പ്രൊജക്റ്റ് പോലെ കേരളത്തിൽ എന്ത് ചെയ്യുക നടപ്പിലാക്കാന്നുള്ള, കോഴിക്കോട് ജില്ലയിൽ നടപ്പിലാക്കി മറ്റു ജില്ലകൾക്കും രാജ്യത്തിൻ്റെ മാതൃകമാകാമെന്നുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യത്തെ പടി എന്ന നിലക്ക്, കാരണം എന്തിനും നമ്മൾ മുന്നിലുണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് വടകരയിൽ ഉള്ള കുട്ടികൾക്ക് ആദ്യം തന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാന്നുള്ള രൂപത്തിലാണ് ഈ ഓഗസ്റ്റ് 3-ന് നമ്മൾ ഈ ഒരു പ്രോഗ്രാം വെക്കുന്നതും നമ്മുടെ വടകരയിലുള്ള കുട്ടികൾക്ക് ആദ്യമായിട്ടെല്ലാം ഇത് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങളും ചെയ്യുന്നത്. ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കുക, രോഗത്തെക്കുറിച്ച് ഗവേഷണാത്മകമായ പഠനങ്ങൾക്കും ഇടപെടലുകൾക്കും പ്രോത്സാഹനം നൽകുക, കുട്ടികളെ ആരോഗ്യകരമായ ജീവിതശൈലികൾ പരിശീലിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.